ഹലോ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. ചിക്കൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര്, 1 ടീസ്പൂൺ കസൂരി മേത്തി നല്ലോണം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. പിന്നെ ചിക്കന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഇതിൽ ബാലൻസ് വരുന്ന മാരിനേഷൻ്റെ മിക്സ് ഇല്ലേ, അത് മസാല ഉണ്ടാക്കുമ്പം ചേർക്കുവേ. മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ഉള്ളി, 2 തക്കാളി, പിന്നെ മല്ലിയിലയും പുതിനയും. റൈസിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിന്. ഇനി അത് ഊറ്റിയെടുക്കലാണ് വേവിച്ചിട്ട്. അപ്പം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഓയിലും പിന്നെ സ്പൈസസ്, കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണേ. ഈ ചോറിൽ ചെറിയ ജീരകം ഇടുന്നില്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഓൾ സ്പൈസസും ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വരുമ്പം അരി ഒരു പകുതി വേവിൽ വേവിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉള്ളിയും തക്കാളിയും എല്ലാം നോർമൽ ടിക്ക ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്ന പോലെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ള. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. ഉള്ളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും ചേർത്തിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടാകുമ്പം കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർത്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ ബാലൻസ് വന്ന മാരിനേഷൻ്റെ മിക്സ് ഇല്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതാ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ചൊരു 1/2 ടീസ്പൂണിലും ഗരം മസാലയും ഇട്ട് കൊടുക്കാം. എന്താ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുത്താൽ മസാല റെഡിയായി. ഇനി ഈ മസാലയും റൈസും ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ടോപ്പിലേക്ക് മല്ലിയിലയും പുതിനയും കട്ട് ചെയ്തതും കുറച്ച് ഗരം മസാലയും അതുപോലെ കുറച്ച് ഗീ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതും ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടിക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഈ ഇതില്ലേ ഹൈദരാബാദി ബിരിയാണി അല്ലേ, അതെല്ലാം പോലെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.